നമ്മുടെ മനസ്സിനോടൊപ്പം നമ്മുടെ ശരീരത്തെ തളർത്തിക്കളയാൻ ആരും ആഗ്രഹിക്കുമോ? ഇല്ല. നമ്മൾ ചിന്തിക്കും മനസ്സ് കുറച്ച് നേരം ഒന്ന് ഡെസ്പായാൽ വിഷയമൊന്നുമില്ല, ഇച്ചിരി കഴിയുമ്പം നമ്മളങ്ങ് എഴുന്നേൽക്കും. ഇല്ല, നമ്മളൊരു കാര്യം ഓർത്തോണം, നമ്മുടെ മനസ്സ് തളർന്നു പോയാൽ അതോടൊപ്പം തന്നെ തളരുന്നത്, നമ്മളെ തളർത്തിക്കളയുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ ശരീരം ഉല്ലസിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പല അസുഖങ്ങൾക്കും നമ്മുടെ മനസ്സിൻ്റെ ബലം അത്യാവശ്യമാണ്. നമ്മുടെ മനസ്സ് തളർന്നു പോയാൽ നമ്മുടെ ശരീരം ആ മനസ്സിന് നമ്മളെടുക്കുന്ന മെഡിസിൻ കൊണ്ട് പോലും റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഏത് മെഡിസിൻ നമ്മളെടുക്കുമ്പോഴും ഏത് പ്രാർത്ഥനയുടെ കൂടെയും നമുക്ക് അത്യാവശ്യം നമ്മുടെ മനസ്സാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്ത ആരുമില്ലെന്നേ, എല്ലാവർക്കും ഉണ്ടെന്നേ. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിന്നുകൊണ്ടാണ് പലരും പല വീഡിയോകളൊക്കെ ചെയ്യുന്നത്, സന്തോഷത്തോടെ നിന്നുകൊണ്ട് തന്നെ. എന്നെയൊക്കെ സംബന്ധിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എന്താ ഇപ്പൊക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് ചിന്തിക്കും. എന്നാൽ ഈ വീഡിയോ കാണുന്നവരെക്കാളും എല്ലാം ഒരുപാട് പ്രതിസന്ധി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കാലങ്ങളിലോട്ട് പുറകോട്ട് നോക്കിക്കഴിയുമ്പം ചെറിയൊരു പ്രശ്നങ്ങൾ പോലും എന്നെ തളർത്തിക്കളയുമായിരുന്നു. പ്രതിസന്ധികൾ പോലും എന്നെ തളർത്തിക്കളയുമായിരുന്നു. ആരെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും ആരുമില്ല. എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എങ്ങനെ എന്ത് എന്ന് മുന്നോട്ട് ഒന്ന് പകച്ചു നിൽക്കുന്ന കുട്ടികളുടെ ഒരു ജീവിതമായിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. മുന്നോട്ട് എങ്ങനെ ജീവിക്കണം, ആരെന്നെ കൈപിടിക്കും മുന്നോട്ട് എന്നറിയാതെ പകച്ചു നിന്നപ്പോൾ 3.5 വർഷം 4 വർഷത്തോളം അതിനകത്ത് റിക്കവർ ആവാൻ എനിക്ക് സാധിക്കാതെ വന്നു. പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നു. കരയുക മാത്രമായിരുന്നു എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അവിടെ എൻ്റെ മനസ്സ് ചത്തപ്പം എൻ്റെ ശരീരവും അവിടെ തളർന്നു പോയി. എന്ത് ചെയ്യണമെന്നോ മരണം ഇതിനെപ്പറ്റി മാത്രമുള്ള ചിന്തകളായി. അവിടുന്ന് തനിച്ചായിപ്പോയപ്പോൾ വെറും തനിച്ചായിപ്പോയി. ഇപ്പം ദൈവം മാത്രമാണ് കൂട്ടുള്ളത്. പക്ഷെ ആ ദൈവത്തെ പോലും വിളിക്കാൻ എൻ്റെ മനസ്സോ ശരീരമോ അനുവദിക്കാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ലൈഫിൽ. ആ സമയത്ത് ഒരുപാട് തളർന്നു പോയി. പക്ഷേ അതിനുശേഷം എനിക്ക് ഉയർത്തെഴുന്നേറ്റേ പറ്റൂ എന്നുള്ളൊരു വാശി, ഒരു ബോധം എൻ്റെ ഉള്ളിൽ എന്ന് കടന്നുകൂടിയോ, അന്ന് ഞാൻ എൻ്റെ മനസ്സിന് ഇല്ലാത്ത സന്തോഷത്തെ ഉണ്ടാക്കി കൊടുത്തു. ഇല്ല, എനിക്ക് സന്തോഷിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ലോകത്തിൽ തനിച്ചാണ് വന്നത്. പോകുമ്പോൾ ആരും എൻ്റെ കൂടെ വരത്തില്ല. എനിക്ക് സന്തോഷിക്കണം. കാരണം നമ്മൾ മറ്റൊരു രീതിയിലുള്ള